ഇന്ന് താങ്കളെ അതിരൂക്ഷമായി പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഇപ്പോൾ ഈ കേക്ക് വിവാദത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പ്രസംഗം, പിന്നീട് ഇപ്പോൾ താങ്കളുടേതും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ പ്രതികരണത്തിന് ശേഷം അത് തങ്ങളെയല്ല ഉദ്ദേശിച്ചത്, അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനുള്ള ഒരു മറുപടി ആയിരുന്നു എന്ന മട്ടിലൊക്കെ പറയുന്നു. ആർക്കുള്ള മറുപടി ആയാലും ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു കേക്ക് മുറിച്ചൊരു കഷ്ണം കഴിച്ചാൽ അത് മതവിരുദ്ധമാകുമോ? അതായത് ഇക്കഴിഞ്ഞ ക്രിസ്മസിന് മാത്രമല്ല, ഒരു വർഷം മുമ്പ് എറണാകുളത്ത് ബിഷപ്പ് ഹൗസിൽ എല്ലാ മതനേതാക്കളെയും അവർ ക്ഷണിച്ചു, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും ക്ഷണിച്ചു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാ മതനേതാക്കളെയും കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങളും പോയി. അന്നും ഇതുപോലെ ഒരു കേക്ക് മുറിച്ച് പിന്നെ തങ്ങൾക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. CPM-ൻ്റെ ആൾ കഴിച്ചു, കോൺഗ്രസിൻ്റെ ആൾ കഴിച്ചു, BJP-ൻ്റെ ആൾ കഴിച്ചു, എല്ലാ മതനേതാക്കളും കഴിച്ചു. സാദിഖ് അലി തങ്ങൾ കഴിച്ചത് വലിയ വിവാദമാക്കി. തൊട്ടടുത്ത ദിവസം തന്നെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന വ്യക്തി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അങ്ങേറ്റം മതനിന്ദയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ആചാരത്തിൽ അതും ക്രിസ്തു ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി ഒരു മുസ്ലിം എങ്ങനെയാണ് ചെയ്താള എന്നൊക്കെ ചോദിച്ചിട്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്ന്, അതിനും സാദിഖ് തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ബിഷപ്പ് ഹൗസിൽ കയറി ചെന്നതും അവിടുന്ന് കേക്ക് തിന്നതും സാദിഖ് അലി തങ്ങളാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. വലിയ വിഷയമാക്കി അയാൾ മാറ്റി. തുടർന്ന് ഒളിവിലും മറവിലും പ്രത്യക്ഷത്തിലും പരോക്ഷയിലും പാണക്കാട് സാദിഖ് അലി തങ്ങളെ അവമതിക്കുന്ന വർത്തമാനങ്ങളാണ് ഉടനീളം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തങ്ങളാകട്ടെ ഇതിനൊന്നും മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അതിനൊക്കെ ആ രീതിയിൽ അത് കണ്ടുവന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാർട്ടിക്കാരുടെ സമസ്തയിൽ നടക്കുന്ന വിഷയം അത് സമസ്തയിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ അതിൽ ഇടപെട്ടിട്ടില്ല, മൗനമായിട്ട് നിന്നു. പക്ഷെ അതിൻ്റെ എല്ലാ പരിധികളും സീമകളും ലംഘിച്ച് ഒരു ദിവസമെങ്കിലും ഇപ്പോൾ രാവിലെ നിങ്ങൾ അരുൺകുമാറിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് വലിയൊരു കമ്പനിയിൽ അലാറം മുഴങ്ങുന്നു. അലാറം മുഴങ്ങി കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവിലെ പണ്ട് ഉമ്മറക്കോലായിൽ പത്രം വീടുന്ന പോലെ രാവിലെ നിങ്ങൾ ബ്രേക്കിങ്ങിൽ വരുന്നത് ഒന്നുക്കു പട്ടിക്കാട് ജാമിയ ന്യൂർ അറബി കോളേജിൽ അവരങ്ങോട്ട് ഒഴിവാക്കി, ഇതിങ്ങോട്ട് ഒഴിവാക്കി, ഈ അമ്പലക്കടവ് അങ്ങോട്ട് പറഞ്ഞു, ഉമ്മർ ഫൈസി ഇങ്ങോട്ട് പറഞ്ഞു, അത് തങ്ങൾ ശരിയില്ല. ഇതിങ്ങനെ അനന്തമായി പോവുക. പോയി എവിടെ എത്തി? ഇപ്പം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടാൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം പറയണെന്താ? ജമാഅത്തെ ഇസ്ലാമി PMA സലാം വഴി മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നു. ഇത് കഴിഞ്ഞ 2 ആഴ്ചയായി CPM-ൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പ്രധാന ടെസ്റ്റാണിത്. CPM-ൻ്റെ ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം. എല്ലായിടത്തും ഈ രാജ്യത്തെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ടോ? BJP സർക്കാരിൻ്റെ കെടുതികളെക്കുറിച്ച് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. പറയുന്നത് ഇത് മാത്രമാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗിനെ നിയന്ത്രിക്കുന്നത്. പറഞ്ഞു തന്നെ ദിവസേന ആവർത്തിക്കുക എല്ലായിടത്തും. അപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? ഇതേപോലെ ഈ മുക്കർ ഉമർ ഫൈസിയും പറയുന്നു, അതേപോലെ തന്നെ ഈ ചങ്ങാതിയും ഈ അമ്പലക്കടവ് ഫൈസിയും പറയുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി ആണ് ലീഗിനെ നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവിടെ പോയി വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് SYS, SKSSF ഇതിൻ്റെയൊക്കെ പ്രസിഡന്റുമാർ പാണക്കാട് തങ്ങന്മാരാ. ആ പ്രസിഡൻ്റായി പാണക്കാട് തങ്ങന്മാർ ഇരിക്കുന്ന ആ വേദിയിൽ വെച്ച് പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ ഇവർ ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എത്തി? ഈ ധിക്കാരം തുടർന്നും ഇങ്ങനെ ഞങ്ങളാരും മിണ്ടുന്നില്ല, ഞങ്ങളാരും അത് സമസ്തയിലെ പ്രശ്നമാണ്, അതിൽ പോയി ഇടപെടേണ്ട വിചാരിച്ച് നിൽക്കുമ്പം ഏകപക്ഷീയമായി ഇങ്ങനെ ഗോളടിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിധിൻ്റെ അപ്പുറത്തേക്ക് പോയി എവിടെ എത്തി? ഇപ്പോൾ നമ്മളെ സുഹൃത്ത് ലാൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചേക്കുട്ടി ഉണ്ട്, അതുപോലെ മറ്റേ സുഹൃത്തൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് ലീഗുമായുള്ളൊരു തർക്കം മാത്രമല്ല, ഇത് ഞാൻ മാത്രം പൊട്ടിത്തെറിക്കേണ്ടതല്ല, ഈ സ്മൃതി അടക്കം നമ്മളെല്ലാവരും പൊട്ടിത്തെറിക്കേണ്ട വിഷയമാണ്. ഈ ഇതര മതസ്ഥരുടെ ചടങ്ങിൽ അന്യോന്യം എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു രീതി ഇവിടെ വേണ്ടേ? അത് പാടെ റദ്ദ് ചെയ്യണമെന്നാണോ പറയുന്നത്? ഇദ്ദേഹം പറഞ്ഞതെന്താ? ആ കേക്ക് മുറിച്ച് ഇസ്ലാമിക ദൃഷ്ടിയെ തെറ്റാന്നാണ് പറഞ്ഞത്. ഇയാൾ ആരാ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ? ഇവിടെ വളരെ കൃത്യമായി ഇപ്പം സുന്നി വിഭാഗമാണ് കേരളത്തിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളിൽ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രസിഡന്റുമാർ ഒന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ഒന്ന് കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരാണ്.
ഈ ക്രിസ്തുമസ് ആഘോഷമടക്കമുള്ള ഇതര മതസ്ഥരെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടാണ് ജഫ്രി തങ്ങളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മുജാഹിദ് സംഘടനകളും ഒക്കെ പറഞ്ഞത്. ഈവൻ ജമാഅത്തെ ഇസ്ലാമി പോലും പറഞ്ഞത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെന്താ പറയണത്? പങ്കെടുക്കണം, സന്തോഷത്തിൽ പങ്കുചേരണം, അതുവഴി സൗഹാർദ്ദം ഉണ്ടാകണം. അല്ല, മതസൗഹാർദ്ദത്തിൽ കൃത്യമായി മതം പറയുന്നുണ്ട് എന്നാണ് സമസ്തയിൽ ഇപ്പോൾ ഈ ലീഗ് വിരുദ്ധർ പറയുന്നത്. മതസൗഹാർദ്ദത്തിൽ അതിനൊരു വര വരച്ചിരിക്കുന്നു. ആ വര വരെ എന്തൊക്കെ ആകാമെന്നുള്ളത് അതിൽ ഈ കേക്ക് മുറിക്കലും കേക്ക് വായിൽ വെച്ച് തരലും ഇല്ല. ഈ കേക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താ പ്രത്യേകത ഉള്ളത്? കേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കേക്കും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കേക്കുമായുള്ള ബന്ധം എന്താണോ ആ ബന്ധം തന്നെ ക്രിസ്ത്യാനികൾക്കുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കേക്ക് തിന്നലും ഓണത്തിന് പോയി സദ്യ ഉണ്ണലും ഒരു ആഹാര രീതിയാണ്. എന്നാൽ പൊട്ട് തൊടലും ഒരു വിഗ്രഹത്തെ വഴങ്ങലും നിലവിളക്ക് കൊളുത്തലും പൂനൂല് ധരിക്കലും അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. ആഹാര രീതികളും ആചാര രീതികളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ഇടങ്ങളിൽ നിന്ന് മതപരമായ ചില കാരണങ്ങളുണ്ടായാൽ ഞങ്ങൾ എന്താണ് വിട്ടു നിൽക്കാറുണ്ട്, പൊട്ടു തൊടാറില്ല. അതുപോലെ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് അതിനെ റെസ്പെക്റ്റ് ചെയ്യും, പക്ഷേ ആ കർമ്മത്തിൽ പങ്കെടുക്കാറില്ല, അതിനെ എതിർക്കാറുമില്ല. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ കേക്ക് തിന്നതാണ് പ്രശ്നം. പിന്നെ ഇദ്ദേഹം പറയുന്നു ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചില്ല, ഞാൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂരനാണ്. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എന്താ പറഞ്ഞത്? അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയാൻ കാരണം എന്താ? സാദിഖലി തങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഈ കൂട്ടർ വന്ന് വളരെ മോശവും നിന്ദ്യവുമായ രീതിയിൽ ഒരു സമുദായം ചെയ്യാത്ത വിധത്തിൽ, ഇതര സമുദായങ്ങളോ രാഷ്ട്രീയ ശത്രുക്കളോ ചെയ്യാത്ത വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് മുർത്തദ് എന്ന വാക്കാണ്, മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി മനുഷ്യൻ, അദ്ദേഹം എന്താ ഓണത്തിന് പിന്നെ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറിൻ്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ മറ്റു ചാനലുകാർ വെച്ച് ഓണ സന്ദേശമായി ഓണപ്പൂവി എന്ന് രണ്ടുപേര് പാട്ടുപാടി ഇസ്ലാം എന്ന് പുറത്തായി എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള മതമൗലികവാദികൾ എന്നവരെ വിളിക്കാൻ പാടില്ല. മതഭ്രാന്തന്മാരെയാണ് CPM പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊക്കെ CPMമായി ബന്ധമുള്ളവരാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.